അപ്പോൾ അത് ആൻസൂട്ടനും കയറിപ്പോയി. സീമാസ് വെഡിങ് കളക്ഷൻ എപ്പോൾ ഞാൻ കടയാണോ? ഒന്ന് ശരിയാണടി, ചുണ്ടരിയാണെടുക്കാൻ പറഞ്ഞോ? ആര് പറഞ്ഞു? വാ ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇപ്പൊ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പൊ പിടിച്ച് ആക്രിക്ക് കൊടുക്കാം. ആ പർവ്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പണിയെല്ലാം എടുത്ത് മടുത്ത് ക്ഷീണിച്ച വാഴപ്പഴം പച്ചടി സൂപ്പർ. പക്ഷെ ചോറിന് കൂടി ഇഷ്ടപ്പെട്ടു തന്നെ നല്ലതുണ്ട്. ഓ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആക്രികളെല്ലാം ആടെ വാരിക്കൂട്ടി വിറ്റ് നമ്മൾ താറാമയ്ക്ക് കൂട്ട് വാങ്ങാൻ അതിന് എത്ര രൂപ കിട്ടുന്നോ അത്രയും രൂപയ്ക്ക് താറാവിനെ വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്രമാത്രം ആക്രി ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. ഇപ്പം ബായോ പച്ചടി തിന്നണോ? അവിടെ തിന്നിട്ട് വന്നാൽ മതി. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോകാം. ഞാൻ ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടെന്ന് ചന്നയായ ചൂടാ. ഇന്ന് പത്രത്തിലൊരു ന്യൂസ് കണ്ടേ, ചൂട് ഇനിയും കൂടുമെന്ന്. സീമാസ് വെഡിങ് കളക്ഷൻ എപ്പോൾ ഞാൻ ചായ കുടിക്കെടുക്കുന്നു അപ്പോഴെല്ലാം സീമാസിൻ്റെ പരസ്യമാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും ആക്രി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു ഷീറ്റിൻ്റെ അടിയിലാണ് പണ്ട് പെരുമ്പാമ്പ് വന്ന് കിടന്നത്. പണ്ടല്ല, കഴിഞ്ഞ ദിവസം. അപ്പോൾ അതെല്ലാം നമ്മൾ വാരിക്കൂട്ടി കൊടുക്കണം കേട്ടോ. സകല ആക്രികളും നമ്മൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് നിന്നാടാ. അതാ അവിടെ കടയിൽ ഇങ്ങ് വന്നേടാ. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ ഈ ആക്രിയുടെ കൂടെ ഇട്ട് കൊടുത്തു വിടാനായിട്ട് തോന്നും. ആ കോലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മുടിയൊക്കെ കണ്ടോ, ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ വന്ന സ്റ്റിങ് മെഷീൻ ഇതാണ് കേട്ടോ. അതെല്ലാം ഈ പരുവത്തിലായി. കടയിൽ നിന്ന് അഴിച്ചുകൊണ്ട് വന്ന പൈപ്പായത്. അപ്പോൾ അത് ആൻസൂട്ടനും കയറിപ്പോയി. ഞങ്ങളപ്പോൾ താറാക്കുഞ്ഞിനെ വാങ്ങാനായിട്ട് വന്നതാണ്. ഇവിടെ താറാക്കുഞ്ഞുങ്ങളുണ്ട്. ആ 5 എണ്ണം മതിയോ? 5 എണ്ണം വേണോ 10 എണ്ണം വേണോ? കാണിച്ചാടാ, കൊണ്ടുവന്നേടാ. അയ്യോടാ, കുഞ്ഞ് മുട്ടക്കുഞ്ഞാ. എടുക്കട്ടെ? ആ എടുത്തോ. ഉമ്മ കൊടുത്താ മയലിന് നോക്കി. അയ്യോടാ. കുഞ്ഞാ പേടിച്ചു പോയാ? ജോലിക്കാണോ? എത്ര കിലോ വേണേ?
പെടയാണോ? പെടയാണോ? പെടയാണടി. ചുണ്ടരിയാണല്ലോ. പറഞ്ഞോ? ആര് പറഞ്ഞു? വാ. ഇപ്പം പോവാനാന്ന് തോന്നണല്ലേ, ഉരുണ്ടിരിക്കുന്നു. കാലിനും വണ്ണമുണ്ട്, കട്ടുമുള്ളും ഉണ്ട്. പൂവനാലാ പറ. ആ അല്ല, ചാരേനെ എടുത്തോ. ഇതിനെ കൂടെ എടുത്തോ. പോവാൻ പൂവനാ. ഇതാണോ? ഇതാ കിളിക്കുഞ്ഞ് പോലെ ഇരിക്കുന്നു. അതാരടാ കിടക്കണം? കരിങ്കോഴിയല്ല അത്, കറുത്ത കുഞ്ഞ്. തീറ്റ തിന്നണോക്കിയാൽ അവിടെ മണ്ണാ. ഇവരിൽ പൂവന്മാരില്ല. പോയാ? അതിൽ പൂവനില്ലടാ. ഫ്ലൈൻ ഡക്കിന് വേണ്ടല്ലേ? ആരാ കൊത്തിയ? താറാവാ? ഏതാ? അവന് വേണ്ട, അത്രയും വലിയതിന് വാങ്ങിയിട്ടല്ല. അടച്ചാര. അപ്പൊ അവനുണ്ടായിരുന്നു അതിനകത്താ? അവനാരും കൊണ്ടുപോയില്ലേ? അപ്പതേ നമ്മള് താറാമയ്ക്ക് കൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ അതെ, കൽകാണോ വിളിക്കണേ? താറാമ എന്തിയെ? അതേ പോണം. താറാമേ, ഒരു കമ്പനി ആവട്ടെ. താറാമേ, ഇതേ പുതിയ താറാമ. എന്നാടാ കയ്യിൽ തീട്ടം പറ്റിയ? താറാമ വർത്താനം പറഞ്ഞു. താറാമേ, ഇതാരാ താറാമേ? ചെല്ല താറാമേ. താറാമ അടിപൊളി നോക്കണേ. അടിയിലേക്കൊക്കെയാണോ നോക്കണേ? താറാമേ, ആ കുഞ്ഞുങ്ങൾ പേടിച്ചു പോയി. ഇപ്പൊ കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ പേടിച്ച് നിൽക്കുക. അതല്ലടാ, കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ പേടിച്ചതാ. താറാമ നുഴഞ്ഞ് ഇപ്പുറം എത്തി. താറാമേ, ഇതാരാ താറാമേ? താറാമ കടി കൊടുക്കണ, കുഞ്ഞി കടി കൊടുക്കണ. ഇതെന്നാ താറാമ കാണിക്കണത്? സന്തോഷം താറാമ അതെ ചന്തിയൊക്കെ. താറാമ ആളൊരു കോഴിയാണല്ലോ. ഇതെന്നെ കാണിക്കണേ. നോക്കട്ടെ. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒരു സൈഡായി നിൽക്കും. ആ താറാക്കുഞ്ഞുങ്ങളാണ് ഈ ഒരു പരിചയമില്ലാത്ത വീടാണല്ലോ. ഇത് എന്തൊരു ഇന്ത്യ നോക്കിക്കോ. അവിടെ നീങ്ങിക്ക്. താറാമേ, ഈ താറാമ ആള് കൊള്ളാലോ. പക്ഷെ ഇത് നമ്മുടെ പോയ താറാമ പോലെ അല്ലല്ലേടാ. ഇവര് പോലെ അല്ലല്ലോ. അല്ലേടാ, ഈ താറാമ പോലെ അല്ല. ഇത് വേറൊരു താറാമ. ഓ, ഇവൻ ഭയങ്കര ടെററാണല്ലോടാ. എടാ അവൻ കൂട്ടു കൊടുത്തേടാ. ഈ താറാമ ഭയങ്കര ടെറർ. നീ എന്തിനാ ഇപ്പൊ അവനെ എടുത്തത്? അവനിപ്പോ മേത്തേക്ക് കാഷ്ടിക്കൂട്ടാ. ചെല്ല കയറ്റി വിടാവനെ. ഓ അതന്നെ
ഇതെന്നാ നടുക്ക് നിൽക്കണ 2 പെടകളുടെ നടുക്ക്. ആ എടാ വിറ, എടാ വിറ. ആ കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടോടാ. താറാമ ഇതെന്നാ താറാമ ചെയ്യണേ? ഇതിനെ ഞാൻ കാണിച്ചായിരുന്നു, ഷോർട്ട് വീഡിയോയിൽ കാണിച്ചായിരുന്നു. അതെ, താറാമ 2 പേരെ മാറി മാറി കൊത്തു കൊടുക്കണം. പക്ഷെ താറാമ പ്യുവർ ബ്ലാക്കും അവർ വൈറ്റിൽ ബ്ലാക്കും. നോക്കിക്കേ, താറാമ ബ്ലാക്കിൽ വൈറ്റും. അതെ, കൊത്തണം നോക്കടാ. ഏതേ പുറത്ത് എന്നാ പറ്റി? ഏതാട് പ്രസവിക്കാറായോ? അതാ ആ ചേച്ചി പ്രസവിക്കാറായി കാണുമോ? എന്നാ ചേച്ചേ കക്കുവാണോ? എന്നാ ചുമ്മാ ഇരിക്കുമ്പോ അത് കൊത്തി തിന്നോണ്ടിരുന്നോ? വാഴയില എടുക്കാൻ വന്നതാ. വാ, പറ്റൂല അതിനെയൊക്കെ. ഒരു വാഴയില എടുക്കട്ടെ. കുഞ്ഞേ, അതിനിപ്പുറത്ത് കയറ്റൂടാ. അല്ല, കോഴിയുടെ സൗണ്ടാണല്ലോടാ. ഹായ്, അങ്ങനെ നമ്മുടെ ആക്രി വിറ്റ് താറാക്കുഞ്ഞുങ്ങളെ വാങ്ങിയതിൻ്റെ 2ാം ദിവസം നമുക്ക് നോക്കാം. അപ്പം രാവിലെ എഴുന്നേറ്റാണ് അപ്പം ചുടുവാണ് കേട്ടോ. ഇതാ അപ്പം ചുടുവാണ്. അപ്പമൊക്കെ അവിടെ വേവട്ടെ. അപ്പത്തിനൊരു സ്പെഷ്യൽ കറിയാണ്. നമുക്ക് താറാക്കുഞ്ഞുങ്ങളെ നമ്മളെ വീട്ടിൽ തന്നെ ഇട്ടിരുന്നത്. അവരെ മാറ്റാൻ നമ്മളൊരു നെറ്റൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സൗകര്യം ആക്കിയിട്ട് നമുക്ക് ഇതുങ്ങളെ മാറ്റാമെന്ന് വിചാരിച്ചു. താറാക്കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമുക്ക് 3 കോഴിക്കുഞ്ഞുങ്ങൾ കൂടിയുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പോഴേ അഴിച്ചു വിട്ടാൽ അവർ അണ്ടം കണ്ട ഓടും. അതുകൊണ്ട് അവരിപ്പം അഴിച്ചു വിടുന്നില്ല. അങ്ങോട്ടേരെ. അപ്പോൾ ഇതാ അഴിച്ചുകൂട്ടം വന്നില്ല, അവർക്ക് തീറ്റയൊക്കെ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതാ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ എന്താണെന്ന് എനിക്ക് അറിയാൻ മേല. പക്ഷേ ഇതേ കണ്ട വഴി തന്നെ ഇതാ തിന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ദൈവം അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആഹാരം മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, വാരി തിന്നോളും. പിന്നെ അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെയുള്ള കണ്ണറിയാൻ മേലാത്ത കോഴിക്കുഞ്ഞ് തപ്പി പകുതി കാഴ്ചയൊക്കെ ഉണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ തിന്നുന്ന ഒച്ച കേട്ടോടെ എത്തിയതാണ് കേട്ടോ. അപ്പോൾ ചുറ്റും ഇങ്ങനെ കറങ്ങി കിടന്നൊക്കെ നോക്കും. പക്ഷെ ഇവർ കൊത്തും, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഇണക്കി വളർത്താനൊരു പൂങ്കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുങ്ങൾ വാങ്ങിയത്. എനിക്ക് ബൊമ്മാസാക്കാൻ പറ്റിയൊരു ഒറ്റ കോഴി പോലും എൻ്റെ കോഴി ചരിത്രത്തിൽ ഇപ്പം ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഒരു കോഴീനെങ്കിലും എനിക്ക് ഇണക്കി കൂടെ കൊണ്ട് നടക്കണം എന്ന് എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കറി അവിടെ റെഡിയായപ്പോൾ വിസിലടിക്കും. 2 വിസിലടിച്ചാലേ നമ്മുടെ കറി റെഡിയാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ അടുക്കള ജോലിയിലേക്കൊക്കെ കിടക്കട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ അപ്പത്തിനുണ്ടാക്കിയത് ചെറുപയറാണ് കേട്ടോ. ചെറുപയറും അപ്പവും ഓംലെറ്റും ഇച്ചിരി ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ, തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നമ്മളിവിടെ തേങ്ങാ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല. ചാറുകറി വേണ്ടവർക്ക് ബീഫ് കറി ഇരിപ്പുണ്ട്. പിന്നെ ചെറുപയർ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചെറുപയറാണ് ഉണ്ടാക്കിയത്. ഒരു തട്ടുകടയിൽ നിന്നും കിട്ടിയ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മുടെ മാക്കുവേ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് കിടക്കുന്ന കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ട, കണ്ണു വയ്യാത്ത കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. അവരെയൊക്കെ നോക്കി നമ്മുടെ മാക്കു ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കോഴിക്കുഞ്ഞ് മാക്കുൻ്റെ അടുത്ത് കയറി നിൽക്കുമായിരുന്നു. ഞാൻ എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് വന്നപ്പോഴത്തേക്ക് അതങ്ങ് ഇറങ്ങിപ്പോയി. ഇവനൊന്നും ചെയ്യത്തൊന്നുമില്ലേ, ഇവന് വലിയ ഇഷ്ടമാണ് എല്ലാവരും. നമ്മുടെ താറാക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ, നമ്മുടെ താറാക്കുഞ്ഞുങ്ങളൊക്കെ തീറ്റയൊക്കെ തിന്നിട്ട് കിടക്കുവാണ് കേട്ടോ. ഇരിക്കുന്നവരുണ്ട്, കിടക്കുന്നവരുണ്ട്, നിൽക്കുന്നവരുണ്ട്. എല്ലാവരും അനങ്ങാതെ നിൽക്കുവാണ്. ഒരു വാഴക്കല വെട്ടി വെച്ചേക്കുന്നതാണ്.
ഇതാ ഞാനിനിപ്പോൾ ഈ മിറ്റോന്ന് അടിച്ചു വരാനായിട്ട് പോവുക. ഇവിടെയത്ത് ഇച്ചിരി ഇല വീണിട്ടുണ്ട്. കുറച്ചൊക്കെ ആകുമ്പോൾ ഇല വീണാൽ പിന്നെ നമുക്കങ്ങ് അടിച്ചു കളഞ്ഞാൽ ഒത്തിരി ആവാതിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ ഇരിക്കുമല്ലോ, വീട്ടിൽ ഇരിക്കുമ്പോഴെങ്കിലും എല്ലാം അടിച്ചു വാരണം. ഇവരെ 3 പേരെയും കൂടെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. ഗ്രേ കളർ കണ്ടാണ് ചാര കളറുള്ള കുഞ്ഞുങ്ങളെ എടുത്തത്. മറ്റേത് പിന്നെ പൂവനായതുകൊണ്ട് ഞാൻ ചുമ്മാ ഇണക്കി എടുക്കാമല്ലോ എന്ന് ഓർത്ത് എടുത്തതാണ്. പൂവനാണെന്ന് തോന്നുന്നു. കൽകക്കുട്ടന്മാർ നടക്കുന്നത് കണ്ട. താറാമയ്ക്ക് കൂട്ടുകൊണ്ട് കൊടുത്തതാണ്. പക്ഷെ താറാമ ആരോടും മിണ്ടണില്ല. താറാമ ഇവിടുത്തെ സീനിയറാണെന്ന് പറഞ്ഞ് ഗമയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ താറാ കുഞ്ഞുങ്ങളാണ് അദ്ദേഹം നടക്കുന്നത്. അവരിങ്ങനെ അതിൽ നടക്കുവാണ്. ആ ഒരു താറാ കുഞ്ഞ് എപ്പോഴും അതെ ഇങ്ങനെ ഈ കലക്കറി ഇങ്ങനെ നിൽപ്പാണ്. തീറ്റ തിന്നണില്ല. തീറ്റയൊക്കെ എടുത്തോളും. ഒരാൾ അവിടെ പോയിരുന്ന് ഉറങ്ങണം കണ്ടോ. നല്ല ഉറക്കം. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ തൊടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. ഇവരപ്പം തന്നെ പറന്നു പോകും. ആ കുഞ്ഞ് നല്ല ഉറക്കം. ബാ രി ഇതാ പറഞ്ഞു കയറി. ഒരാൾ ഇതിൻ്റെ ഇടയ്ക്കും കണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഏതിൽ പോയാവോ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഹായ്. എന്നാലും എൻ്റെ താറാവേ, എനിക്ക് നിന്നെ വേണ്ട. ഓ ഇവിടെ ആൾ നല്ല ഉറക്കാം. എൻ്റെ പൊന്നോ ഉറങ്ങുവാണോ? വിശ്രമിക്കുവാ? ഓ ആയിക്കോട്ടെ. ഒരു താറാവ് ഇതോ പോയി നിൽക്കുന്നു. ചുറ്റുപാടുമൊക്കെ നടന്ന് കണ്ട് എല്ലാം വീക്ഷിക്കുക. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു പെടയാണെങ്കിൽ കയറി നിന്നിട്ട് വാഴക്കൊമ്പ് കുത്തി തിന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലെ കാഴ്ചകളൊക്കെയാണിത്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ. ആട്ടുകുഞ്ഞുങ്ങളെ ചേട്ടൻ ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അങ്ങ് ചേട്ടനങ്ങ് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. ആൻസൂട്ടൻ വിശ്വാസോത്സവത്തിന് പോയേക്കുവാണ് പള്ളിയിലേക്ക്. അപ്പോൾ ഇനി വേറെ വിശേഷമൊന്നുമില്ല. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു ഡ്രീംസ്. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്